സാമ്പത്തിക ഞെരുക്കത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചാൽ കേരളത്തിന് വായ്പ നൽകാമെന്ന് ഉപാധി വെച്ച് കേന്ദ്രം. കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി മാർച്ച് 6-7 തീയതികളിൽ വാദം കേൾക്കും. ഇതിനിടയിൽ ചർച്ചയ്ക്ക് സാഹചര്യമുണ്ടെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ മറ്റ് ആവശ്യങ്ങൾ പരിഗണിക്കണമെങ്കിലും 13,600 കോടി രൂപ അടിയന്തര വായ്പ അനുവദിക്കാനും കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം സംസ്ഥാനം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളം ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. നേരത്തെ കോടതി നിർദ്ദേശപ്രകാരം ചർച്ച നടന്നിരുന്നുവെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല, ഗൌരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം ഇനി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും കേരളം അറിയിച്ചു. അടിയന്തരമായ വിഷയം പരിഗണിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. സംസ്ഥാനം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഗൌരവമുള്ളതെന്നും വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നുമാണ് കോടതിയുടെ നിലപാട്. അടുത്ത മാസം 6-7 തീയതികളിൽ വാദം കേൾക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചു. അതിനിടയിൽ ചർച്ചയ്ക്കുള്ള സാഹചര്യമുണ്ടെങ്കിൽ ചർച്ചകൾ നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവുമായി നടത്തിയ ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ പറഞ്ഞിരുന്നു. കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തിയുണ്ടെന്നും ചർച്ചയ്ക്ക് പിന്നാലെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.